ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന ചെറുപ്പക്കാരനായ സഹാബിയെ സമീപത്ത് വിളിച്ചിട്ട് പറയാണ്, സയ്യിദേ, നീ നല്ല ബുദ്ധിയുള്ള ആളാണ്, ചെറുപ്പക്കാരനാണ്, റസൂലുള്ളാഹിന്റെ വഹി എഴുതുന്ന ആളാണ്, മൂപ്പരെ ബഹുമാനം ഇങ്ങനെ മൊത്തത്തിൽ തന്നെ പറയാണ്, ഇങ്ങനത്തെ മഹത്വങ്ങളൊക്കെ ഉള്ള ആളാണ് നീ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വിളിപ്പിച്ചത് ഖുർആൻ മനപ്പാഠമാക്കിയ ആളാണ്, നിങ്ങൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് എഴുതി വെക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോ എനിക്കും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോ സയ്യിദ് ഇബ്നു സാബിത്തും ചോദ്യം, കൈഫ നഫഅലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി കൈഫ തഫ്അലൂന മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും? സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദ്യം. കാരണം ഇത് അന്ന് എന്നെ പറഞ്ഞ് ഇതിന്റെ മറുപടി ഒന്ന് റെഡിയാക്കി വെക്കണമെന്ന് സഹാബത്തിന് അറിയാം. ഇതിന്റെ ചോദ്യവും മറുപടിയും എല്ലാ സംശയവും അന്നെ അങ്ങ് തീർക്കണം. കാരണം പിൽക്കാലത്ത് മുജാഹിദ് വരും, ജമാഅത്ത് ഇസ്ലാമി വരും, അവർ ചില സൽക്കർമ്മങ്ങൾ കാണുമ്പോൾ ഇത് മുഹമ്മദ് നബി ചെയ്തിരോ ചോദിക്കും, ഹദാദ് റാത്തി ചോദിക്കും, ഹദാദ് റാത്തി മുഹമ്മദ് നബി ചെയ്തിരോ ചോദിക്കും, മങ്കൂസ് മുഹമ്മദ് നബി ഓതിയിരുന്നോ എന്ന് ചോദിക്കും. ആ ചോദ്യം പിൽക്കാലത്ത് വരുമെന്ന് ഈ സഹാബത്തിന് നേരത്തെ അറിയുന്ന മാതിരിയുണ്ട് അവരുടെ ചോദ്യം. കൈഫ തഫ്അലൂന മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി, റസൂലുള്ളാഹി ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് മറുപടി പറയുന്നത് സിദ്ദീഖുൽ അക്ബറാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുന്നു, സയ്യിദേ ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, ഇത് ഖൈറായ കാര്യമാണ് സയ്യിദേ, ഖൈറായ കാര്യം ചെയ്യണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖൈറാണോ അല്ലേ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. ഖൈറായത് ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറായത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഖുർആനിൽ ഓതി കൽപ്പിച്ചില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഖൈറായ കാര്യം അണുമണി തൂക്കം ചെയ്താൽ അതിന്റെ പ്രതിഫലം എത്തിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഖൈറായ കാര്യമായത് കൊണ്ട് ചെയ്യണം സയ്യിദേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു മറുപടിയാ, രക്ഷപ്പെട്ടു പോയി കേട്ടോ. അന്ന് മുജാഹിദ് ഉണ്ടെങ്കിൽ ഒട്ടനെ ഒരു നോട്ടീസ് ഉണ്ടാവും. സിദ്ദീഖുൽ അക്ബറിനെതിരെ ഒരു നോട്ടീസ്, ഉമർ ഇബ്നുൽ ഖത്താബിനെതിരെ ഒരു നോട്ടീസ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറയുന്നു, എനിക്കും ബോധ്യപ്പെട്ടു അത് തന്നെയാണ് ശരി, ഞാനും അംഗീകരിച്ചു. ഒരൊറ്റ സഹാബിക്ക് തർക്കമില്ലാതെ അംഗീകരിച്ചു, ആർക്കും തർക്കമില്ല, ഖൈറായ കാര്യമായതുകൊണ്ട് ചെയ്യണം. അങ്ങനെ ഒരൊറ്റ സഹാബിക്കും തർക്കമില്ലാതെ പരിശുദ്ധ ഖുർആൻ 30 അതാ ഒരു ചട്ടയിലാക്കി എഴുതി വെച്ചു. ഇത് പിടിക്കാത്തവരുണ്ട്, അത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്ത് മോശമായി പോയി പറയുന്നവരുണ്ട്. അതാണ് റാഫിദിയാക്കൾ. റാഫിദിയാക്കൾ എന്നൊരു പുത്തൻവാദികളുണ്ട്. നമ്മുടെ മുജാഹിദിന്റെ ഫോട്ടോ കോപ്പി അല്ല, തിരിച്ച് അത് ഒറിജിനലി, ഇത് ഫോട്ടോ കോപ്പി. ആ റാഫിദിയാക്കൾ എന്ന് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ചെയ്തു, ഖുർആൻ 30 ഒന്നായിട്ട് എഴുതി വെച്ചാൽ മോശമായി പോയി പറഞ്ഞു റാഫിദിയാക്കൾ. കാരണം റസൂലുള്ളാഹി ചെയ്യാത്ത ഒരു കാര്യം ചെയ്തുകൂടാണ് അവരെ വാദം. നബി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ, എത്ര ഹൈറായ കാര്യവും നബി ചെയ്യാതെ ചെയ്തുകൂടാ. ഈ റാഫിദിയാക്കളുടെ വാദം കടമെടുത്തുകൊണ്ടാണ് റബീഉൽ അവ്വൽ നോക്കുമ്പോൾ നോട്ടീസ് ഇറക്കുന്നത്.